നമസ്കാരം. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ കാലുകൾ വേണ്ടെന്ന് തെളിയിച്ചയാളാണ് RSS നേതാവ് സി സദാനന്ദൻ മാസ്റ്റർ. ഇപ്പോൾ അതാ മാസ്റ്ററെ തേടിയെത്തിയിരിക്കുകയാണ് രാഷ്ട്രപതിയും കേന്ദ്ര സർക്കാരും ഏൽപ്പിക്കുന്ന പുതിയ ഉത്തരവാദിത്വം. നിലവിൽ BJP സംസ്ഥാന വൈസ് പ്രസിഡന്റായ അദ്ദേഹത്തെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവാണ് രാജ്യസഭയിലേക്ക് നിർദ്ദേശിച്ചത്. തുടർന്ന് കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കുകയായിരുന്നു. മഹാരാഷ്ട്രയിൽ നിന്നുള്ള അഭിഭാഷകനായ ഉജ്ജ്വൽ നിഗം, വിദേശകാര്യ സെക്രട്ടറി ഹർഷവർദ്ധൻ ശൃംഗ, ചരിത്രകാരി മീനാക്ഷി ജെയിൻ എന്നിവരും രാജ്യസഭയിൽ അംഗങ്ങളാകും. അതേസമയം കണ്ണൂരിലെ CPM-ന്റെ അക്രമ രാഷ്ട്രീയത്തിലെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയെ ദേശീയ തലത്തിൽ ഉയർത്തിക്കാട്ടുകയാണ് BJP. CPM-ന്റെ അക്രമ രാഷ്ട്രീയത്തിന് ഇതിനുമപ്പുറം എന്ത് തെളിവ് വേണം? 22 വർഷങ്ങൾക്ക് മുമ്പ് CPM-ന്റെ വധശ്രമത്തെ അതിജീവിച്ച വ്യക്തിയാണ് മാസ്റ്റർ. CPM പ്രവർത്തകർ അദ്ദേഹത്തിന്റെ 2 കാലുകളും വെട്ടിയെടുക്കുകയായിരുന്നു. തുടർന്നങ്ങോട്ട് കൃത്രിമ കാലുകളുമായി ജീവിക്കുകയായിരുന്നു അദ്ദേഹം. RSS ജില്ലാ സർക്കാര്യവാഹ് ആയിരിക്കെയാണ് കണ്ണൂർ സ്വദേശിയായ മാസ്റ്റർ ആക്രമിക്കപ്പെടുന്നത്. സദാനന്ദൻ മാസ്റ്ററുടെ രാജ്യസഭാ പ്രവേശനം പ്രചോദനം ഉൾക്കൊള്ളുന്നതായിരിക്കും ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ്. സദാനന്ദൻ മാസ്റ്ററുടെ ജീവിതം രാഷ്ട്രീയ അക്രമങ്ങൾക്കെതിരെ കുറ്റപത്രമായി നിലനിൽക്കും. സദാനന്ദൻ മാസ്റ്ററുടെ ജീവിതം ധൈര്യത്തിന്റെയും അതിജീവനത്തിന്റെയും പ്രതീകമെന്നും BJP IT സെൽ കൺവീനർ അമിത് മാളവ്യ വ്യക്തമാക്കി. മാരകമായ ആക്രമണം ഏറ്റിട്ടും മാസ്റ്റർ RSS ആക്ടിവിസ്റ്റായി പ്രവർത്തിച്ചു. രാഷ്ട്രീയ ആക്രമണങ്ങളുടെ കേന്ദ്രമായ കൂത്തുപറമ്പ് മത്സരിച്ചത് വലിയ സന്ദേശം നൽകിയെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. സദാനന്ദൻ മാസ്റ്ററെ വധിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതികളുടെ ശിക്ഷ ഹൈക്കോടതി ശരിവെച്ചത് അടുത്തിടെയാണ്. CPM പ്രവർത്തകരായ 8 പ്രതികൾക്ക് 7 വർഷത്തെ കഠിന തടവും 50,000 രൂപ പിഴയുമാണ് വിചാരണ കോടതി ശിക്ഷ വിധിച്ചിരുന്നത്. വിധിക്കെതിരെ പ്രതികൾ നൽകിയ അപ്പീലിലാണ് ഉത്തരവ്. 31 വർഷങ്ങൾക്ക് ശേഷമാണ് അപ്പീലിലെ ശിക്ഷാവിധി ശരിവെച്ചത്. 2016-ലും 21-ലും കൂത്തുപറമ്പിൽ BJP സ്ഥാനാർത്ഥിയായിരുന്നു സദാനന്ദൻ മാസ്റ്റർ. സ്ഥാനാർത്ഥിയായിരിക്കെ മാസ്റ്റർക്ക് വേണ്ടി മോദി അടക്കം പ്രചരണത്തിനെത്തിയിരുന്നു. അക്രമ രാഷ്ട്രീയത്തിന്റെ ഇരകളുടെ പ്രതീകമാണ് സദാനന്ദൻ മാസ്റ്റർ എന്നും മോദി പറഞ്ഞിരുന്നു. രാജ്യസഭ അംഗമായി നിർദ്ദേശിച്ചതിൽ സന്തോഷമുണ്ടെന്നും പ്രധാനമന്ത്രി ഇക്കാര്യത്തെക്കുറിച്ച് നേരത്തെ സൂചിപ്പിച്ചിരുന്നുവെന്നും മാസ്റ്റർ പറയുന്നുണ്ട്. പദവിയെക്കുറിച്ച് പ്രധാനമന്ത്രി നേരത്തെ സൂചന നൽകിയിരുന്നു. നേരിട്ട് സംസാരിച്ചിരുന്നു. കേരളത്തിനും കേരളത്തിലെ പാർട്ടി പ്രവർത്തനത്തിനും ശക്തി പകരുന്ന തീരുമാനമാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്. തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ വരാനിരിക്കെ വികസിത ഭാരതം എന്ന സന്ദേശം പാർട്ടി നൽകിയിട്ടുണ്ട്. അത് സാധ്യമാകുന്ന നയങ്ങൾ പാർട്ടി സ്വീകരിക്കുകയാണെന്നും അതിന്റെ ഭാഗമായാണ് ഇതിനെ കാണാമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. പട്ടികയിൽ നിന്ന് മഹാരാഷ്ട്രയിൽ നിന്നുള്ള അഭിഭാഷകനായ ഉജ്ജ്വൽ നിഗം, മുൻ വിദേശകാര്യ സെക്രട്ടറി ഹർഷവർദ്ധൻ ശൃംഗ, ചരിത്രകാരി മീനാക്ഷി ജെയിൻ എന്നിവരുമുണ്ട്. മുൻ വിദേശകാര്യ സെക്രട്ടറിയും അമേരിക്ക, ബംഗ്ലാദേശ്, തായ്ലൻഡ് എന്നിവിടങ്ങൾ മുൻ അംബാസഡറുമാണ് ശൃംഗ. 2023-ൽ ഇന്ത്യയുടെ G20 പ്രസിഡൻസിയുടെയും ചീഫ് കോർഡിനേറ്ററായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. മുംബൈ ഭീകരാക്രമണ കേസിൽ സർക്കാർ അഭിഭാഷകനായി സേവനമനുഷ്ഠിച്ച ഉജ്ജ്വൽ നിഗം നിയമവൃത്തങ്ങളിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ്. ഡോക്ടർ മീനാക്ഷി ജെയിൻ അറിയപ്പെടുന്ന ഒരു ചരിത്രകാരിയും ഡൽഹി സർവകലാശാലയിലെ ഗാർഹി കോളേജിലെ മുൻ ചരിത്ര അസോസിയേറ്റ് പ്രൊഫസറുമാണ്.